ഇത് ഔട്ട് ഹൗസ് ആണോ? അതെ, അതൊരു ഇത് സ്റ്റോറേജും വാഷ് ഏരിയ അങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ശരിക്ക് കുറെ കൂടെ ഒരു പച്ച ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഇവിടെ ഒരു വലിയ മരമായിരുന്നു, അപ്പൊ ഭയങ്കര തണലൊക്കെ ആയിരുന്നു. ഇച്ചിരി ഭാഗത്തെങ്കിലും കുറച്ച് വെയിൽ കിട്ടട്ടെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പൊ പിന്നെ മനസ്സിലായി വേണ്ട, അധികം വെയില് വേണ്ട, കുറച്ച് തണലൊക്കെ ഇരിക്കാൻ. അപ്പൊ ഈ ഭിത്തിയാണേലും ഇപ്പൊ നമ്മൾ പിടിപ്പിച്ചൊരു ശരിക്കൊരു കാർഡ് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ വന്നിട്ട് അങ്ങോട്ട് കിളിയിടത്തോട്ടൊക്കെ വരുമ്പോ ഒരു രസമാണല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഓ അങ്ങനെ ശരിയത്. ഇവിടെ നമ്മള് ചെറിയൊരു ചെയറും വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വന്നിട്ട് ഇരിക്കുകയും ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. ഇവിടെ നമുക്ക് ചൂട് ഫീൽ ചെയ്യില്ല. പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ചൂട് തീരെ ഫീൽ ചെയ്യില്ല. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്കും എനിക്കും എല്ലാ സാധനത്തിലും എന്തെങ്കിലും ഞാനൊരു ഇച്ചിരി മറ്റേ സമ്മർ സോൾട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരെണ്ണം വാങ്ങിച്ചു വെച്ചതായിരുന്നു. ഓക്കെ. ചേട്ടന് ശരിക്കും ഏറ്റവും ഈ വീട്ടിൽ നിൽക്കുമ്പോ ഏറ്റവും വലിയ ഹോബി എന്താ? എന്താ ഏറ്റവും കൂടുതൽ ചെയ്യാ ഇവിടെ വീട്ടിൽ നിൽക്കും? ചുമ്മാ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. അല്ല, എനിക്ക് ഇത് ജീവികളൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ല, ഇതുപോലെ ചെറിയ ചെറിയ ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഇപ്പം പോണ്ടിലാണെങ്കിലും ഇറങ്ങും. ഇപ്പം പട്ടികളിലാണെങ്കിലും മെയിൻ്റനൻസിലും ഞാൻ തന്നെയാണ്, സാധനങ്ങൾ മാറ്റുക അങ്ങനെ ഇങ്ങനെ. പിന്നെ ഇതൊക്കെ ഇടയ്ക്ക് ചാടും, ബൈക്ക് ഓടിക്കും അങ്ങനെ. അതുകൊണ്ടാണ് ഈ വണ്ണം വെക്കാത്തതെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യും. നമുക്ക് ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ടല്ലേ? അതെ, എവിടെ എന്റെ അത് കാണിക്കാൻ പറഞ്ഞു. അവിടെ ആയിരുന്നു എന്റെ ഓഫീസ് റൂമും ബാക്കി ജിമ്മിന്റെ സാധനങ്ങളും എല്ലാം അവിടെ ആയിരുന്നു. ഇപ്പൊ ഞാൻ മിക്കവാറും വർക്ക് ചെയ്യുന്ന ഇവിടുന്ന്. ഞാനിപ്പം തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓഫീസ് പോലെ സെറ്റപ്പ് ചെയ്തു, സോഫ്റ്റ്വെയറിന്റെ. ഞങ്ങളുടെ ഇവിടെ ഒരു 10-15 പേര് വരെ ആകുന്നവരെ ഇവിടെ തന്നെ. പിന്നെ എറണാകുളത്തോട്ട് മാറി. അല്ലെങ്കിൽ നമുക്ക് പ്രൈവസി ഇല്ല. ഒരു ദിവസം രാത്രിയായപ്പോ 12 മണിയായപ്പോ ഒരു കോള്, ഗോലെ എന്നെ പട്ടി പിടിച്ചു വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. നമ്മുടെ എംപ്ലോയീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മോളിൽ ഇരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അമേരിക്കെല്ലാരും വിട്ട് 8 മണിക്ക് പൊയ്ക്കോണമെന്ന് കമ്പൽസറി. നമ്മൾ മറ്റേ ഓവർ ടൈം വർക്ക് ചെയ്യിക്കത്തില്ല. 12 to 8 ആണ് നമ്മുടെ വർക്കിംഗ് ഡേ. പോകാതെ രാത്രി വരെ എന്തോ ഇരുന്നിട്ട് അവരിറങ്ങി പുറത്തു വന്നപ്പോ മറ്റേ ഒരു ഇതുണ്ടായിരുന്നു, വലിയ പട്ടി ഉണ്ടായിരുന്നു. അവൻ പിടിച്ചു വെച്ചിരിക്കുന്നു ഇവിടെ ഇങ്ങനെ സൈഡിൽ. കടിച്ചില്ല. അപ്പം അങ്ങനെ അതോടെ പിന്നെ ഞാൻ അങ്ങോട്ട് മാറ്റി. ശരിക്കും എന്താണ് ചെയ്യുന്നത് അപ്പോ? ഞാൻ സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് ആണ്. UK ഒരു ഓയിൽ കമ്പനിക്ക് വേണ്ടി. അപ്പൊ അവിടുത്തെ റിലയൻസ് അതുപോലത്തെ കമ്പനികൾക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ UK ഒരു 30% ഓയിൽ സപ്ലൈ ചെയ്യുന്നത് ഈ കമ്പനിയാണ്. അപ്പൊ അവര് ടെസ്കോ, സെയിൻസ്ബറീസ്, അങ്ങനത്തെ അവിടുത്തെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ്സിനെല്ലാം ഇവരെ കൊടുക്കുന്നത്. അതിന്റെ മെയിൻ ആർക്കിടെക്ട് ഞാനാണ്. അതിന്റെ സോഫ്റ്റ്വെയർ ചെയ്തു തുടങ്ങിയത്. അപ്പോഴാണ് അവർ കൊച്ചു കമ്പനിയായിരുന്നു. പെട്ടെന്ന് വലുതായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അതിന്റെ IT ഡിവിഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഓ അങ്ങനെയാണ്. ഇതിപ്പോ ഇവിടെ നോക്കി ഇവിടെ നമ്മള് കുറച്ച് കിളികൾ, ഇത് സെയിം, ഇത് അതിന്റെ കുഞ്ഞുങ്ങളാണ് കൂടുതലും. അപ്പൊ അത് കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്. എല്ലാം കൂടെ ഭയങ്കര ഒച്ച. ഇതാണ് നല്ല ഒച്ചയുണ്ട്. രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു കുത്തു തരും. എന്തൊരു ഒച്ചയാണ് ഈ സാധനത്തിന്. ഇപ്പൊ ശീലമായി കേട്ടോ. ആദ്യം ഉള്ളായിരുന്നു. ആദ്യം കൊണ്ടിട്ടപ്പോഴത്തേക്ക് ആദ്യത്തെ 2 ദിവസം ഉറങ്ങാൻ പാടായിരുന്നു. പിന്നെ ആയപ്പോ നമുക്കത് സെറ്റായി. ഓക്കെ, ഇതാണ് നമ്മുടെ ഗാരേജ് വരുന്നത് അല്ലേ? അതെ, മറ്റേ കുറച്ച് ടൂൾസും സാധനമൊക്കെ ഉണ്ട്. ഒരു വണ്ടി ഇവിടെ ഇല്ല. എൻ്റെ ഒരു 2002 ഒരു ഡുക്കാട്ടി ഉണ്ട്, 620i. അതില്ല. അതുണ്ടായിരുന്നപ്പം അതിന്റെ മെയിൻ്റനൻസ് കംപ്ലീറ്റ് ഇവിടെ ആയിരുന്നു ചെയ്തിരുന്നത്. അന്ന് ഷോറൂമില്ല ഡുക്കാട്ടി. അപ്പം അതിന്റെ പാർട്സ് മാറലും എല്ലാം ഇവിടെ വെച്ചായിരുന്നു. ഇപ്പൊ പതുക്കെ ഊരി വെക്കും, പതുക്കെ പതുക്കെ പറ്റുമ്പോ മാറും, അങ്ങനെയൊക്കെ ചെയ്യും. ഇതിപ്പോ ലേറ്റസ്റ്റ് വാങ്ങിച്ച ബൈക്കാണ്. ഇത് ശരിക്ക് പിള്ളേർക്ക് ഒന്ന് ഓടിക്കാൻ തുടങ്ങാൻ വേണ്ടി വാങ്ങിച്ച. അവരിപ്പം 18 years ആകാത്തതുകൊണ്ട് റോഡിൽ പറ്റില്ല. സ്കൂളിൽ കുറെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഓടിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. ഇതാണ് അടുത്ത് മരണക്കണ്ടർ ഓടിച്ച ബൈക്ക്. ഇതും കൊണ്ടുപോയിട്ട് കഴിഞ്ഞ ദിവസം. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ ഞാൻ ഡുക്കാട്ടി കയറ്റാന്നും പറഞ്ഞാണ് ഇരുന്നത്. പക്ഷെ എന്നപ്പോഴത്തേക്ക് മനസ്സിലായി എന്റെ ആംഗിളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ തട്ടിയിട്ട് അത് പൊട്ടിപ്പോവും ഡുക്കാട്ടിയുടെ. അപ്പൊ എങ്ങനെ നോക്കട്ടെ ക്ലിയറൻസ് കിട്ടുന്നില്ല. ഇത് ഓടിച്ചു, നല്ല രസമായിരുന്നു ഓടിക്കാനായിട്ട്. തലയിറങ്ങുന്നില്ല, ഇങ്ങനെ 2.5 അടിച്ച് കഴിയുമ്പോൾ ഓടിക്കുമ്പോഴുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാമല്ലോ. ഇവിടുന്ന് നല്ല സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ഇതെന്താണ് മെക്കാനിസം? ഇത് മറ്റേ അകത്ത് കണ്ട ഒരു മറൈൻ അക്വേറിയം ഇല്ല, അതിന്റെ ഫിൽട്രേഷൻ ആണ്. അപ്പം അവിടെ ഇത് എനിക്ക് UK വെച്ചൊരു ടാങ്ക് ഉണ്ടായിരുന്നു, മറൈൻ അക്വേറിയം. അതിന്റെ ഫിൽട്രേഷനും അതിന്റെ എക്യുപ്മെന്റ്സും എല്ലാം സ്വന്തമായിട്ട് ബിൽഡ് ചെയ്താണ്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു വലിയ മോഡൽ ഉണ്ടാക്കിയത് ഇവിടെ വന്നപ്പോൾ, വീട് ചെയ്തപ്പോഴത്തേക്ക്. അപ്പൊ ഇതൊക്കെ നമ്മൾ തന്നെ പ്ലംബ് ചെയ്തതാണ് ഒരാളുടെ ഹെൽപ്പോടെ.
എന്നിട്ട് ഇവിടെ ഒരു സ്കിമ്മർ ഉണ്ട്. സ്കിമ്മർ മാത്രമേ ഉള്ളൂ അഡീഷണൽ സാധനം. അത് തിര പോലെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സാധനമാണ്. കടലിൽ ഇങ്ങനെ തിര അടിച്ചിട്ട് പതവന്ന് കിടക്കത്തില്ലേ, അതുപോലെ ഇതിൻ്റെ അകത്ത് അഴുക്കെല്ലാം കൂടെ അടിച്ചിട്ട് പതഞ്ഞ് പുറത്ത് വരുന്ന ഒരു സാധനമാണ് പ്രോട്ടീൻ സ്കിമ്മർ എന്ന് പറയും. അത് മാത്രമുണ്ട്. ബാക്കി അങ്ങേറ്റം സാധാരണ ഫിൽട്രേഷൻ, നടുക്ക് കുറച്ച് ചെടി, അതിൻ്റെ അകത്തും ചെടിയുണ്ട്. അല്ലാതെ അത് കിളിക്കത്തില്ല. അല്ലാതെ മെയിൻ്റനൻസ് ഒരുപാട് കൂടുതൽ വരും. പിന്നെ ഇവിടെ വന്നിട്ട് തിരിച്ച് പമ്പ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ചെടിയുടെ ഇടയ്ക്ക് കുറേ ജീവികളുണ്ടാകും. ആ ജീവികൾ തിരിച്ച് ഇവിടെ വന്നിട്ട് ചെല്ലുമ്പോൾ മീന് ഫീഡാകും. അപ്പം ഒരു നാച്ചുറൽ സാധനം അതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ ടൈമറില്ല. ഇതിന്റെ ലൈറ്റ് രാത്രി കത്തും, അകത്തെ ലൈറ്റ് രാവിലെ കത്തും. അപ്പൊ pH ബാലൻസ് ചെയ്യാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാം ഇവിടെ ടൈമർ വെച്ചിട്ട് നമ്മൾ സെറ്റ് എല്ലാം ടൈമറാ, എന്നെ ഉൾപ്പെടെ. ഞാനും ടൈമർ വെച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അവിടെ ഗ്ലാസ് ഇത് എന്താണ് നമുക്കൊരു ഇതാ ഈ ടാങ്ക് ആ മറ്റേ എൻ്റെ ഒരു ഒരു ഞാൻ പറയാം 2002 ഒരു ഡുക്കാറ്റി ഉണ്ടായിരുന്നു. അതിന് മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടാങ്ക് ഏത് നേരം ലീക്ക് ചെയ്യും. അന്നത്തെ മോഡലിന്റെ ഒരു പ്രോബ്ലമാണ്. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ടാങ്ക് വരുത്തി. ഇത് ചൈനയിൽ നിന്ന് വരുത്തിയ ടാങ്കാണ്. സെയിം മോഡൽ സെയിം ഇയർ സാധനത്തിന് ഫിറ്റ് ചെയ്യുന്ന. പക്ഷെ അന്നാ മനസ്സിലായത് സെയിം മോഡൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് US, ഒന്ന് യൂറോപ്യൻ മോഡലും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അടിയിലത്തെ ഈ ഹോള് ഭയങ്കര വലുതാ. അത് കാരണം ഇത് വേണ്ട, ഇത് ഭയങ്കര വലുതാ. അപ്പൊ അതുകൊണ്ട് സൂട്ട് ആകത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ചുമ്മാ കളയണ്ട, ഇവിടെ തൂക്കിയേക്കാം. ഇനി ബാക്കി കുറെ സാധനം വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഡിസ്കും അതും ഇതൊക്കെ ഉണ്ട്. എല്ലാം റെഡി ആക്കിയിട്ടില്ല. ഇവിടെ നിന്ന് ഡിസ്പ്ലേ ചെയ്ത് വെക്കണം. അതൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് റെഡിയാക്കി. ഒന്നും കളയണ്ടായിരുന്നില്ല. ഓർമ്മയ്ക്ക് ഓരോരോ ഓർമ്മയ്ക്ക്. അപ്പൊ ഇങ്ങനെ എന്നെ പോലെ ഇങ്ങനെ വരുമ്പോ ആൾക്കാർ ചോദിക്കും ചെയ്ത് എന്താ ചേട്ടാന്ന്. പഴയൊരു മുകളിലൊരു ഇത് കിടപ്പുണ്ട്, സൂട്ട് കിടപ്പുണ്ട്. അത് ട്രാക്കിൽ പോയി നല്ല ഉഗ്ര സ്പീഡിൽ വീണൊരു ട്രാക്ക് സൂട്ടാ. 180 അപ്രോച്ച് ആയിരുന്നു എന്നിട്ട് റോഡിൽ. എന്നിട്ട് കേവ് എടുക്കാൻ വന്നപ്പോ അപ്പൊ കുറഞ്ഞാണ് സ്പീഡ്. ബട്ട് സ്റ്റിൽ അവിടെ നിന്ന് വേണ്ടിട്ട് ഒരുപാട് ദൂരം പോയിട്ടൊക്കെയാണ് അത് പോകുന്നത്. അതും ഇതുപോലെ ഫ്രെയിം ചെയ്ത് വെക്കണം. അപ്പൊ ഇതാണ് നമ്മളുടെ ഹെൽമെറ്റ് ഏരിയ. ശരിക്കും എത്ര ഹെൽമെറ്റ്സ് ഉണ്ട്? ഇത് വേറെ കുറച്ച് മോളിൽ ഇത് കുറച്ച് കളയുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഇതെന്റെ ഒരു മെയിൻ ഹെൽമെറ്റ് ആയിരുന്നു. ഞാൻ ഇതാണ് ഇപ്പം 6-7 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ട്രാക്കിൽ പോയപ്പോഴത്തേക്ക് ഇതൊന്ന് വീടിന്റെ കൂട്ടത്തിൽ ഇത് തലേന്ന് അടിച്ചായിരുന്നു തറയില്. അപ്പൊ ഇതിന്റെ ഇന്റഗ്രിറ്റിക്ക് പ്രശ്നം വന്ന് കാണണം. പ്ലസ് എല്ലാം ടൈറ്റായി, സ്പോഞ്ചൊക്കെ പഴയ പോലെ വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഇത് എന്തായാലും മാറാൻ ടൈമായി. ഇതൊക്കെ സ്ട്രാപ്പ് കൂടുതലായി. ഹെൽമെറ്റ് ആണല്ലോ ഏറ്റവും സേഫ്റ്റി സാധനം. ഇത് നമ്മൾ പല ടൈപ്പ് ഹെൽമെറ്റ്. ഇത് 200 വരെയൊക്കെ വലിയ കുഴപ്പമില്ല. ഇതൊന്നും 200 പറ്റത്തില്ല. ഇത് 300 ആണെങ്കിലും കുഴപ്പമില്ലാത്ത സാധനമാണ്. അപ്പം നല്ല ഹെൽമെറ്റുകൾ മാറി മാറി വാങ്ങിച്ചോണ്ടിരിക്കുകയാണ്. ഹെൽമെറ്റിന് തന്നെ കുറെ ഫാൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും റേറ്റ് കൂടിയ ഹെൽമെറ്റ് ഏതാണ്? ഇത് വലിയ റേറ്റ് ഒന്നും ഇല്ല. ഇതാണ് തോന്നുന്നത്. ഇത് തന്നെ ആയിരിക്കും ഇപ്പൊ കൂടിയതുള്ളത്. ഇതൊന്നും അത്ര കൂടിയതല്ല. ഇതൊക്കെ മറ്റേയൊക്കെ സാധാരണ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഞാൻ സാധാരണ ഇവിടെ അധികം വാങ്ങിക്കാത്താണ് ഈ ബൊഗോട്ട എന്ന് പറഞ്ഞ മോഡൽ. പക്ഷെ ഞാനിത് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. എന്റെ കാരണം എന്ന് വെച്ചാൽ അതിന്റെ ആന്റി സ്ക്രാച്ച് ആണ്. ഇവിടുന്ന് ഞാൻ നോർത്ത് ഇന്ത്യ എല്ലാം പോയി തിരിച്ചു വന്നിട്ടും ഇതിലൊറ്റ സ്ക്രാച്ച് ഇല്ല. ഇപ്പൊ നമ്മൾ ചെളി വെച്ചിട്ടൊക്കെ തൂക്കുമല്ല, കയ്യിലും ചെളിയായിരിക്കും മുഖത്തും ചെളിയായിരിക്കും. ഇങ്ങനെ തൂത്താൽ പോലും നല്ല സ്ക്രാച്ച് ഒന്നും എഴുതില്ല. വൈകിട്ട് വന്നൊന്ന് ഷാമ്പൂ ചെയ്ത് കഴുകിയാൽ മതി, ഒരു ഇതുമില്ല, ക്ലിയർ ആയിട്ടിരിക്കും. അത് കാരണം മാത്രമാണ് അത് ഉപയോഗിക്കും. പക്ഷെ സ്പീഡിൽ പോകാൻ കൊള്ളില്ല. എബവ് 200 വലിയ പാടാ, കാറ്റ് പിടിക്കും. 250 മോഡലേ ഉള്ളൂ കൂടുതലും. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് ട്രാക്കിൽ പോകുമ്പോ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം തമാശ സാധനങ്ങളാണ്. അതെ, അതിന് എത്ര പ്രൈസ് വരുന്നേ? അന്ന് എനിക്ക് ഒന്ന് 90,000 ബട്ട് ഇറ്റ് വാസ് 8 years ago. ഇപ്പൊ കുറച്ചുകൂടെ കൂടിക്കാം. അത്രയും വർഷം. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും യൂസ് ചെയ്യാറുണ്ടോ? ഇതെന്താ സംഭവം? ഇത് നമ്മുടെ ഇവിടുന്ന് കിട്ടിയതാ. ഒരു ബൈക്ക് ഷോയ്ക്ക് പോയപ്പോഴത്തേക്ക് അവിടെ ഹാർലിയുടെ ബൈക്ക് ഷോയും അതെല്ലാം കൂടെ ആയിരുന്നു. അപ്പം ചുമ്മാ ഒരു രസത്തിന് വാങ്ങിച്ച. ഇതൊന്നും അല്ല, സേഫ് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. ഇപ്പൊ ഗ്ലാമർ കൂടി കേട്ടാ. ഇത് ഓക്കെ. അപ്പൊ കണ്ടിട്ട് തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. രസം. അപ്പൊ അത് ചുമ്മാ തമാശക്കുള്ള സാധനമാണ്. നമ്മള് ഈ മാസ്ക് വെക്കുമല്ലോ, അതുപോലെ ഉള്ളൂ. ഒട്ടും പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല. ചുമ്മാ എന്തെങ്കിലും വീഡിയോ. ഇല്ല, പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല. എവിടെ എപ്പം പിടിച്ചെന്ന് ചോദിച്ചാൽ മതി.